എന്താ കുഞ്ഞാപ്പ് കാട്ടണ്? എന്ത് ചെയ് വെള്ളത്തിൽ ഇറങ്ങി കാട്ടണ്? കണ്ടൂടെ ഞാൻ വെറുതെ വലിയ കുണ്ടാവും അവിടെ കുഞ്ഞാപ്പോ. കൊണ്ടായാലും കുഴപ്പമില്ല എന്നോട് പറയാൻ പാടാ ഒരു കറമ്പ് വെറുതെ പരിയിലില്ല. അത് ശരി. അപ്പൊ വേനൽക്കാലം വർഷക്കാലം ഒക്കെ എനിക്കൊരു പോലെയല്ലോ. എന്നാ നീ പറഞ്ഞിട്ടുണ്ട്? കണ്ടിക്കണില്ലേ? ആ അതല്ലേ പറഞ്ഞേ. എന്നോട് പറയാന് വേനൽക്കാലത്ത് കൊറേ കൊണ്ടുവച്ച് ഇമ്മ അറിയാ ഇനി വർഷക്കാലത്ത് കത്തിക്കാലോന്ന്. അങ്ങനെ അന്ന് ഉമ്മാനോട് ആരോ ചോദിച്ചു, ചേച്ചിയാന്ന് തോന്നുന്നു, ജീവാത്താത്ത കുറച്ച് ഓലക്കോടി ഉണ്ടെങ്കിൽ കത്തിക്കാൻ കാട്ടിന്. അതിന് ഉമ്മ അറിഞ്ഞാളാ ഇവിടെ ഒരു കറമ്പ് കത്തിക്കല്ല, ഞങ്ങളാ നബീസാത്താറെ പോയിട്ടാണ് കൊണ്ടില്ലേന്ന്. ആ നബീസാത്താറ് ഞങ്ങൾ ഇങ്ങനെ പറയും കത്തിക്കല്ല, ഓരോന്ന് കൊണ്ടുവരും. കിട്ടുന്നിടത്തോളം അവിടെ മരുവുണ്ടാകുമ്പോ തരില്ല, ഓള് ഓളോടക്ക് കൊണ്ടുപോകാനാണ്. ആസാദ്യം അറിയും ഒരാൾക്ക് ഒരു മുതല് കൊടുക്കൂല, ഒക്കെ ഓളോടക്ക് കൊണ്ടുപോകും. അമ്മ പറയാ ആസാക്കാന്റെ മരുവോള് വെറുതെ ചീഞ്ഞു പോയാലും കൊടുക്കൂല. അങ്ങനെ മോനെ ഇപ്പൊ മഴ പെയ്തപ്പോ എന്നോടൊക്കെ നനഞ്ഞു. എന്താ അവിടെ വീടിന്റെ ഭാഗത്തൊക്കെ എന്താ പാട് കുഞ്ഞാപ്പോ? വീടിന്റെ ആയിട്ട് ഒരു പാടില്ല, കാരണം ഇനി ഒരു പത്തറ്റ് എടുത്തിട്ട് വെള്ളം കണ്ട് കോരിയാൽ മതി കുടിക്കാൻ. അത്രക്കും വെള്ളം കഴിക്കണ ഇത് വരേക്ക് എനിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോ നനഞ്ഞല്ലേ എങ്ങനെ കത്തുക? അതിന് നനഞ്ഞത് ഇവിടെ അല്ലേ നനഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഞങ്ങള് കത്തിക്കും, ഇവിടെ ഞങ്ങള് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കും. തുടങ്ങല്ലോ. കുഞ്ഞാപ്പൂന് ഐഡിയ ഒക്കെ അറിയാലേ? നല്ല ബുദ്ധി എടുക്കില്ലേ? ഉണങ്ങി അത് കത്തിക്കും. എടുക്കട്ടെ അവിടെ പോയിട്ട്. അല്ല കുഞ്ഞാപ്പൂ, എന്താണ് ഇന്നലെ ഇപ്പൊ ആരോട് വർത്താനം പറയുന്നത്? ഇന്നലെ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിന്, ആശാത്താട് പറഞ്ഞിന്, പറഞ്ഞു, ജാനച്ചിനോട് പറഞ്ഞിന്, കൊറേ ആൾക്കാർ. വേറൊരു പെണ്ണിനോട് വർത്താനം പറഞ്ഞു തോന്നി ഇന്നലെ. അത് എനക്കറിയില്ലേ, ഞങ്ങളെ അയൽവാസി ഉണ്ടായില്ലേ, ഓളെ കല്യാണം കഴിച്ചില്ലേ കൈജുമൂനായിട്ട് വർത്താനം പറയായിരുന്നു. ഓള് ഓളെ മാപ്പിളോർന്ന് വരുമ്പോളെ ഞാൻ ചോദിച്ചു ഇറങ്ങി വരിക, നമുക്ക് ഭയങ്കര പത്രാസ് കൂടി. മറ്റേത് ഇന്റെ വരെയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൊട്ട് കളിക്കലും മാല് കളിക്കലും അങ്ങനൊക്കെ അല്ലായിരുന്നു ചെറുപ്പത്തില്. ഞാൻ ചോദിച്ചേ കൈജുമോ ഒന്നാടി വരുന്നേ, അത് ഓൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓള് മുണ്ടിയിലിട്ടാ എണ്ണരിച്ച് അങ്ങ് മുണ്ടിയില്ല. പിന്നെ ഉറക്കന്നെ വിളിച്ചു ഏടി കഴിച്ചുമ്പോ അതില് ഓടിത് നേരത്തെ വന്നു. എന്താണ് എനക്ക് ഭ്രാന്തായാടാ, എന്താടാ വിളിക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് വിളിക്ക കഴിച്ചുമ്പോന്ന്. എടാ ആൾക്കാരെ കൊണ്ട് പറഞ്ഞിട്ട് കഴിച്ചുമ്പോന്ന് വിളിക്കും. എന്താ പേര്? ഓള് പരിഷ്കാരത്തിലെ പേര് മാറ്റിക്കണ് ഖദീജ മനസ്സിൽ അത്ര ഓളെ പേര്. ഖദീജ മനസ്സിൽ. ഓളെ എന്റെ പേര് കഴിച്ചുമ്പോന്നൊന്നല്ല, ഞാൻ ഖദീജ മനസ്സിലാണ് നോക്കി പറഞ്ഞോണ്ട് എന്റെ പല്ല് ഞാൻ പൊട്ടിക്കുന്നു. ഞാൻ അങ്ങനെ കൊറേ ആലോചിച്ച് ഞങ്ങളുടെ മോനെ പല്ലുകൂടി തേക്കാതെ രാവിലെ വരൂട്ടാ ഇപ്പത്താത്ത ചായ ഉണ്ടാന്ന് അറിഞ്ഞിട്ട് ഓള് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ചായ ഒക്കെ കുടിച്ചിരുന്നപ്പോ ഞാൻ പറയും കഴിക്കുമ്പോ കാണുമ്പോ ഓള് എന്താടാ കുഞ്ഞാപ്പോ എന്നിട്ട് കളിക്കാൻ വന്ന ആള് ഓളെ കല്യാണം കഴിച്ചപ്പോ പത്രാസും ഓളെ പേരും മാറി. ഓള് അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കേട്ടുണ്ടാവൂലേ? ഞാൻ അവിടുന്ന് കേട്ടു, പിന്നിക്കാട് വരാൻ പറ്റില്ലല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇപ്പം പറഞ്ഞു ഓളൊന്നും മുണ്ടാണ്ടാവുക. ഓള് ഇപ്പൊ ഖദീജ മനസ്സിലത്ര ഇതേമാതിരി ഇമ്മ എന്നാളും ചോദിച്ചത്ര ഏടി കഴിക്കുമ്പോ എന്റെ ഉമ്മാന്റെ പാടെന്താണ് പെണ്ണ് മോന്ത കയറ്റിയത്ര. അപ്പൊ ഉമ്മാക്ക് മനസ്സിലായില്ല. എന്നാ പിന്നെയും ചോദിച്ചത്ര കഴിച്ചുമോ ഒറ്റ തിരിഞ്ഞ നടന്നത്ര. ഇപ്പഴല്ലേ ഉമ്മാക്ക് മനസ്സിലാവും ഈ ഓളെ പേര് മാറ്റിന്നുള്ളത് ഇപ്പഴല്ലേ. ഉമ്മാട് പറഞ്ഞു ഉമ്മ നിങ്ങൾ ഇനി കഴിച്ചുമോന്ന് വിളിക്കണ്ട, ഓള് ഖദീജ മനസ്സിലാത്രേ. അപ്പൊ ഉമ്മ പറയാ അതെന്നെയാടാ കുഞ്ഞാപ്പോ ഞാൻ വിളിച്ചിട്ട് ഓള് മുണ്ടാഞ്ഞത്. ഇങ്ങനൊക്കെ ഉണ്ട് ആൾക്കാരില്ലേ. അങ്ങനെയുണ്ട്, നന്നായ പേര് മാറ്റണവരൊക്കെ ഉണ്ട്. ഇതിപ്പോ എന്തിനു വേണ്ടി വന്നായിരുന്നു? ഓളോ ഓള് ഓളെ പെരേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ ഒന്ന് കണ്ടതല്ലേ, അയൽവാസിയല്ലേ, മോളല്ലേ. രണ്ടാളും കൂടി എന്തോ കാര്യവർത്തനം പറയണ്ടേ. തന്നെ ഇത് ചോദിച്ചേനി. പെണ്ണിന്നിപ്പോ കണ്ട മുണ്ടുകൂടില്ലേ കഴിഞ്ഞാ ഞങ്ങളുടെ ഓളമ്മ ഇടക്കിടക്ക് കഞ്ഞില്ല നെല്ലില്ല അരിയില്ലാണ്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പൊ പത്രാസ് കൂടിയല്ലേ, തിത്തില്ലാത്ത മാറ്റി കൊണ്ടുവരില്ലല്ലോ. ഇപ്പൊ തിത്തില്ലാത്തൊക്കെ ഒരു ഇമ്മാന്റെ പഞ്ഞ ആരോടും പറഞ്ഞിട്ട് ഇമ്മാന്റെ അപ്പൊ നടാനും മെതിക്കാനും കൊയ്യാനൊക്കെ പോയി അതൊരു ഉമ്മ പറഞ്ഞപ്പോ ഇതിനകത്തൊക്കെ ദേഷ്യം പിടിച്ചത്ര അവിടെ ആൾക്കാർ. ഇപ്പൊ പത്രാസായിട്ട് ചുമ്മാ വള്ളം
കാൽമ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലാതെ എന്ന് ഉമ്മ പറഞ്ഞത് തിരിതാത്ത നമ്മൾ എത്ര കൊഴിച്ച് മരിച്ചതാണ് അതിന് ഉമ്മാണ്ട് പറഞ്ഞത്ര എന്ത് വർത്താനാച്ച് പറഞ്ഞത് ഇജ്ജ് കൊഴിച്ചിട്ട് മരിച്ചിട്ടുണ്ടാവും ഞാനും മരിച്ചിട്ടില്ല അതിന്റെ ദിവസം ഉമ്മാനെ അടുപ്പിക്കലില്ല ഉമ്മ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല പണക്കാരികളായില്ലേ ഇവരെന്തൊക്കെ ഇങ്ങനെ മാറുന്നില്ലേ എന്താ ചെയ്യാ ചിലവരങ്ങനെയാണ് അല്ല കുഞ്ഞാപ്പോ അപ്പുറത്തും കുറെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടല്ലോ ഇതെടുക്കാന് വിറകെടുക്കാന് അവിടുത്തെ ഇങ്ങനെ വർത്താനം കേൾക്കണേ മീൻ പിടിക്കാൻ വന്നാണോ അല്ല കുഞ്ഞാപ്പോ ഞാൻ അതെടുക്കാൻ പോവാ ആ കൊണ്ട് നോക്ക് അവിടെ വെള്ളാണ് എന്നാ കുഞ്ഞാപ്പോ ഞാൻ പോട്ടെ എനിക്ക് വേണ്ട ഇജ്ജ് തന്നെ എടുത്തോ അവിടെ ഉണ്ട് അവിടെ അപ്പുറത്ത് കുറെ ആൾക്കാർ എടുക്കണതാ ഞാൻ പോവാ അവിടെ കുറെ ടീമുകൾ അപ്പുറത്ത് എടുക്കണ്ടല്ലോ ഓല് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് വേഗം എടുത്തോ അവിടുന്ന് വർത്താനം കേൾക്കുന്നുണ്ട് ഞാൻ പോവാ